ഹായ് ഓൾ, ഒരു തിരുപ്പതി യാത്ര വിശേഷമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ വൈകുന്നേരം 6:55 എത്തുന്ന ചെന്നൈ ട്രെയിനിനാണ് നമ്മൾ പോയത്. നമ്മളൊരു 10-30 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് പോയത്. അത് പുലർച്ചെ 5:30 കാട്ട്പാടി ജംഗ്ഷൻ എത്തും. അങ്ങനെ കാട്ട്പാടി ജംഗ്ഷൻ ഇറങ്ങി അവിടെ നിന്ന് 6 മണിക്ക് തിരുപ്പതിയിലേക്ക് ലോക്കൽ മെമു ട്രെയിൻ സർവീസ് ഉണ്ട്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ കൃത്യം 6 മണിക്ക് തന്നെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറിയിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ആ റൂട്ടിൽ ജാക്കറ്റൊക്കെ കിട്ടിയിരുന്നു. നമ്മൾ സെറ്റായിരുന്നു. ഇതാണ് തിരുപ്പതിയിലേക്കുള്ള യാത്ര വഴിയിൽ കാണുന്ന കാഴ്ചകൾ. കണ്ണെത്താ ദൂരത്ത് കാണുന്ന മലകളും അതിന് താഴെയുള്ള വയലുകളും അതിന് നടുവിലൂടെയുള്ള ഈ റെയിൽപാതയും ഒക്കെ വളരെ മനോഹരമായ ദൃശ്യമായിരുന്നു. ഇപ്പോഴും അതൊക്കെ മനസ്സിൽ ഇപ്പോഴും അതൊക്കെ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഏകദേശം ഒരു 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി. റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി അമ്പലങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ റൂമിലേക്ക്. ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് 5 മിനിറ്റ് നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. ഒരുപാട് റൂംസും കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ്സിലേക്ക് പോവാണ്. ഈ കാണുന്നതാണ് തിരുപ്പതിയിലെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ പാലത്തിൻ്റെ പേരാണ് ശ്രീനിവാസ സേതു. ഇതിൻ്റെ പേര് കുറച്ച് ദിവസം മുന്നേ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതറിയപ്പെടുന്നത് ഗരുഡവാരധി എന്നാണ്. അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് തിരുമലയിലേക്കുള്ള എൻട്രൻസ്. തിരുമല ഹിൽസ് പോകുന്ന എൻട്രൻസ് ആണ്. അലിപ്പിരി എൻട്രൻസ് ആണത്. അങ്ങ് ദൂരെ കാണുന്നതാണ് തിരുമല ഹിൽസ്. 7 മലകൾ ചേർന്നതാണ് തിരുമല ഹിൽസ്. അതിൻ്റെ മുകളിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനായ അമ്പലത്തിലെത്തി. ശ്രീ കല്യാണ വെങ്കട്ടസ്വാമി ടെമ്പിൾ. നമ്മൾ ഫോണൊക്കെ അവിടെ ലോക്കറിൽ വെച്ചിട്ട് വേണം ദർശനം നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ലോക്കറിൽ വെച്ചു. അത്യാവശ്യം മോശമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് അമ്പലത്തിന് മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അമ്പലമായിരുന്നു. അങ്ങനെ ഇവിടെ തൊഴുത് മടങ്ങി ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ബസ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത അമ്പലത്തിലെത്തി. ശ്രീ പത്മാവതി അമ്മ ടെമ്പിൾ. നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് അന്നദാനമൊക്കെ കഴിച്ചത്. അങ്ങനെ അമ്പലത്തിലെത്തി. ഇതും അത്യാവശ്യം വലിയൊരു അമ്പലമാണ്. അങ്ങനെ അവിടത്തേക്കാണ് അടുത്ത അമ്പലത്തിലേക്ക് പോയത്. അതിൻ്റെ കുളത്തിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് സമയം ഇരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതവിടെ കണ്ട ആനയാണ്. അടുത്ത അമ്പലത്തിലെത്തി നമ്മൾ. ഈ അമ്പലത്തിൻ്റെ പേരാണ് ശ്രീ ഗോവിന്ദരാജസ്വാമി ടെമ്പിൾ. 2 സൈഡിലും അത്യാവശ്യം ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിങ്ങിന്. അങ്ങനെ അമ്പലത്തിലെത്തി. നമ്മൾ താമസിച്ച റൂമിൻ്റെ അടുത്തുനിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമേ ഇതും ദൂരം ഉണ്ടായിരുന്നുള്ളൂ. വളരെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ അമ്പലത്തിലെത്തി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അന്ന് കുറച്ച് സമയം എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. അമ്പലത്തിൻ്റെ പുറത്ത് ഭഗവാന്റെ എഴുന്നള്ളത്ത് നടക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് സമയം കണ്ടു. അന്ന് അവിടെ ചെറിയൊരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അതും കുറച്ച് സമയം കണ്ടിട്ടാണ് നമ്മൾ മടങ്ങിയത് അന്ന്. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു. അമ്പലത്തിൽ തന്നെ അവിടെ അത്യാവശ്യം ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ കാണാമായിരുന്നു. ചുണ്ടലും വടയും അതൊക്കെ അങ്ങനെയൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് അതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് അതൊക്കെ നോക്കി നിന്നു. ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്നു. വളരെ മനോഹരമായ ലൈറ്റ് ഷോ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി. നമ്മൾ അന്ന് രാത്രി തന്നെ തിരുമലയിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചു. APSRTCയുടെ ബസ്സിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അലിപ്പിരി വഴി ആണ് പോയത്. അലിപ്പിരിയിൽ നിന്ന് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് അത്യാവശ്യം ബാഗേജും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ മുകളിലേക്ക് വിടുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബസ് കയറിയിരുന്നു. ഏകദേശം ഒരു 11-12 മണിയോടെ അടുത്താണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് രാത്രി. അധിക പേര് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. തിരുമലയിലേക്കുള്ള കയറാനുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 2 വഴിയാണുള്ളത്. ഒന്ന് അലിപ്പിരി വഴിയും ഒന്ന് ശ്രീവരിമേട്ടു എന്ന് പറഞ്ഞിട്ടുള്ള 2 വഴിയാണുള്ളത്. ഇതിന് നമുക്ക് റോഡ് മാർഗ്ഗമല്ലാണ്ട് നമ്മൾ നടന്ന് കയറാൻ പറ്റും. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അലിപ്പിരി വഴിയാണെങ്കിലും ഒരുപാട് സ്റ്റെപ്സ് വഴി നമുക്ക് തിരുമലയിലേക്ക് എത്താം. അതേപോലെ തന്നെ ശ്രീവരിമേട്ടു എന്ന് പറഞ്ഞാൽ അതുവഴിയും നമുക്ക് സ്റ്റെപ്പ് കയറി മലയുടെ മുകളിലെത്താം. ശ്രീവരിമേട്ടു എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ പുലർച്ചെ 1 മണിയായപ്പോൾ നമ്മൾ തിരുമലയിലെത്തി. അങ്ങ് കാണുന്നത് അതാണ് ഭഗവാന്റെ തിരുപ്പതി തിരുമല ക്ഷേത്രം.
ശരിക്കും ഒരു സ്വർഗത്തിലെത്തിയൊരു ഫീലായിരുന്നു നമുക്ക് അന്നേരം അനുഭവപ്പെട്ടത്. ഇത് അവിടെ തല മുണ്ഡനം ചെയ്യുന്ന സ്ഥലമാണ്. ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ ഭഗവാനെ കാണേണ്ടത് തല മുണ്ഡനം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഭഗവാനെ ദർശിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതിൽ എനിക്കറിയാവുന്ന ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഈഗോ ഇരിക്കുന്നത് തലമുടിയിലാണ് എന്ന് പറയും. അപ്പം ഈഗോ കളഞ്ഞിട്ട് വേണം ഭഗവാന്റെ മുന്നിൽ, അതായത് നമ്മളെല്ലാവിധ അഹങ്കാരം അഹംഭാവം എല്ലാം കളഞ്ഞിട്ട് വെറും ഒരു സാധാ മനുഷ്യനായിട്ട് വേണം ഭഗവാനെ ദർശിക്കേണ്ടത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് മുന്നിലുള്ള നടപ്പന്തലിൽ കുറേ ആൾക്കാർ കിടന്നുറങ്ങുന്ന കണ്ടു. ബാക്കിയുള്ള ഷോപ്സും കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം ഓപ്പൺ ആയിരുന്നു. ശരിക്കും ഒരു ഉറങ്ങാത്ത നഗരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. താഴെയുള്ള തിരുപ്പതി നഗരം പോലെ തന്നെ ഒരു സിറ്റിയാണ് ഈ തിരുമലയും. ഈ മലയുടെ മുകളിൽ ശരിക്കും അത്യാവശ്യം പകൽ ടൈം വന്നതാണെങ്കിൽ നമുക്ക് ഒരുപാട് പോയി കാണാനും ഒക്കെയുള്ള എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. രാത്രി ആയതുകൊണ്ടൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മളെ കൂടെയുള്ളവർ തല മുണ്ഡനം ചെയ്യുന്നവരെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റൊക്കെ ചെയ്ത് ഇനി നമ്മൾ ദർശനത്തിന് പോകണം. അപ്പോൾ അതുവരെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ആരും ഉറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഷോപ്സ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ ഹോട്ടൽസ് ആയിക്കോട്ടെ, എല്ലാം 24 hours ഓപ്പൺ ആണ് ഇവിടെ. ഒന്നിനും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. എല്ലാത്തിനായാലും ഇവിടെയുള്ള ഈ അമ്പലത്തിൻ്റെ അധികാരികളായാലും എല്ലാം വളരെ എല്ലാം വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇവിടെ അടുത്തണ്ണായിട്ട് ഒരു മണ്ഡപത്തിൽ ചെറിയൊരു ഭജനയും അന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 മണിയോട് അടുപ്പിച്ചിട്ടായിരുന്നു ടൈം അന്നേരം. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോകുലനന്ദന ഗോവിന്ദ ഗോവിന്ദ ഗിരി ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോകുലനന്ദന ഗോവിന്ദ ഗോവിന്ദ ഗിരി ഗോവിന്ദ ശ്രീ വെങ്കടേശ ഗോവിന്ദ. ഭൃഗുമുനി പൂജിത ഗോവിന്ദ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി. ഇതാണ് ഫ്രീ ദർശനത്തിൻ്റെ ക്യൂ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ജീപ്പിലാണ് ഫ്രീ ദർശനത്തിൻ്റെ ക്യൂ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. 2 തരത്തിലാണ് ഇവിടെ മെയിനായിട്ട് ദർശനം വരുന്നത്. ഒന്ന് 300 രൂപ ദർശനം, ഒന്ന് വരുന്നത് ഫ്രീ ദർശനമാണ്. 300 രൂപ ദർശനം നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. ഒരു 3 മാസം മുന്നേ അതിൻ്റെ സ്ലോട്ട് അവൈലബിൾ ആയി തുടങ്ങും. വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ദർശനം എടുക്കാൻ പറ്റും. അത് ഏകദേശം ഒരു 5-6 മണിക്കൂറിനുള്ളിൽ നമുക്ക് ദർശനം കിട്ടും. മാക്സിമം പോയാൽ തിരക്കില്ലാത്ത ടൈം ആണെങ്കിൽ നമുക്കൊരു 2-3 മണിക്കൂർ കൊണ്ടൊക്കെ അത് കിട്ടും. ഫ്രീ ദർശനം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടൈം എടുക്കും. നമ്മൾ ഏകദേശം 20 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയത്. അവിടെ ദീപാവലി ഹോളിഡേയ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ അന്ന് നമ്മൾ പോയ ടൈമിൽ അന്ന് ഭഗവാന്റെ കല്യാണോത്സവം എന്ന് പറഞ്ഞ ചെറിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അതായത് ഒരു പകൽ മുഴുവൻ നമ്മൾ അവിടെ ആയിരുന്നു. നമ്മൾ പുലർച്ചെ നമ്മളവിടെ എത്തി. ഫ്രീ ദർശനത്തിൻ്റെ ക്യൂവിൽ കയറി. നമ്മൾ അന്ന് രാത്രി ഒരു ഏകദേശം ഒരു 12 മണിയോട് അടുപ്പിച്ചാണ് നമ്മൾ ദർശനമൊക്കെ നടത്തി പുറത്തിറങ്ങുന്നത്. അപ്പോഴേക്കും നമ്മൾ ഫോണൊക്കെ അവിടെ ഏൽപ്പിക്കണം. ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള കൗണ്ടറിൽ ഏൽപ്പിച്ച് അവിടെയുള്ള ഈ ഫ്രീ ദർശനത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ 20 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 20 മണിക്കൂർ നമ്മൾ ക്യൂവിൽ ഒരേ നിൽക്കണം എന്ന്. അങ്ങനെയല്ല. കുറച്ച് ദൂരം ക്യൂവിൽ നടന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. എന്നിട്ട് അവർ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയാക്കിയിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ട് ഒരു 10-100 പേര് കൊള്ളുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ കമ്പാർട്ട്മെൻറ്റിലാക്കിയിട്ട് നമുക്ക് ഫുഡൊക്കെ അവർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ കാട്ട്പാടിയിൽ നിന്ന് തിരുപ്പതിയിലേക്ക് ട്രെയിൻ കയറി. അതും ഒരു ചെറിയ മെമു ട്രെയിനായിരുന്നു. അപ്പോൾ ഈ ദർശനം എന്ന് പറയുന്നത് അത്യാവശ്യം അപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിലാക്കി കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഈ കമ്പാർട്ട്മെൻറ്റിൽ 20 മണിക്കൂർ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എങ്കിൽ നമുക്ക് ടൈമിന് ഫുഡും കുടിക്കാൻ പാല്, കാപ്പി അങ്ങനത്തെ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ഒന്നിനും ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവിടെ അനുഭവപ്പെടില്ല. അങ്ങനെ 20 മണിക്കൂറോളം എടുത്തു. എന്നിട്ടാണ് നമ്മൾ ദർശനം നമുക്ക് കിട്ടിയത്. നമ്മൾ
നമുക്ക് ഭഗവാൻ ദർശനം തന്നു എന്നാണ് നമ്മൾ ശരിക്കും പറയേണ്ടത്. ദർശനം കിട്ടി എന്നല്ല, നമുക്ക് ഭഗവാൻ ദർശനം തന്നു. അതായത് ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ പോയി കാണാനുള്ള അവസരം ഉണ്ടാവൂ എന്ന് പറയാറുണ്ട് പൊതുവേ. അങ്ങനെ നമ്മൾ കാട്ട്പാടി ഇറങ്ങി. കാട്ട്പാടിയിൽ നിന്ന് 3:30ക്കാണ് നമുക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ വരുന്നത്. അവിടെ നിന്ന് ഫുഡൊക്കെ ലഞ്ചൊക്കെ കഴിച്ചു കുറച്ച് സമയം അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിന് വരുന്നവരെയുള്ള വെയിറ്റിംഗ് ആയിരുന്നു അവിടെ. ഇതാണ് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പുലർച്ചെ ഇറങ്ങി, അത് റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിന് വന്നു, ട്രെയിനിൽ കയറിയിരുന്നു. നാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. വളരെ മനോഹരമായ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആയിട്ടാണ് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്.